കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കനത്ത മഴയിലും ഇടിമിന്നലിലും പുറത്തൂർ ബോട്ട് ജെട്ടിയിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും തകരാറിലായി. ബോട്ട് ജെട്ടിയിലെ മുല്ലപ്പള്ളി തങ്കയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. സമീപത്തെ നിരവധി വീടുകളിലും ഫാൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളാണ് തകരാറിലായത്. ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത മഴയിലാണ് പുറത്തൂർ ബോട്ട് ജെട്ടിയിലെ മുല്ലപ്പള്ളി തങ്കയുടെ വീടിന് ഇടിമിന്നലേൽക്കുന്നത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലെ ലൈറ്റ്, സ്വിച്ച് ബോർഡുകൾ, മീറ്റർ എന്നിവ കത്തി നശിച്ച നിലയിലാണ്. അതിപ്പോ തൽക്കാലം അടച്ചിട്ടാണ് ഞങ്ങള് ചേട്ടൻ പറഞ്ഞത് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. സമീപത്തെ നിരവധി വീടുകളിലും ഫാൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ തകരാറിലായിട്ടുണ്ട്. തങ്കം ഉപയോഗിക്കുന്ന മുറിയിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. സംഭവ സമയത്ത് ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി ഒരു 2:30 മണിയായിട്ടുണ്ടാവും. അതിഗംഭീരമായൊരു ഇടി വെട്ടിയാണ്. ഞാനും പെണ്ണും വൈഫേ ഉള്ളൂ. അമ്മ അവിടെ ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോ കറണ്ട് പോയപ്പോ വീട്ടിൽ കറണ്ട് കണ്ടപ്പോ നോക്കിയാണ് അതൊക്കെ കാണുന്നത്. ഒരു ബുദ്ധി എന്താ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായതാണ്. ഇനിയിപ്പോ ഈ മതില് പൊളിഞ്ഞ രീതിക്ക് മതിലാണെങ്കിൽ വരെ പൊളിഞ്ഞു പോയിരുന്നു. ഞങ്ങൾ അറിയില്ല, ഉറങ്ങില്ലേ. എല്ലാ ഭാഗ്യം പടച്ചവന്റെ ഒരു ഭാഗ്യം കൊണ്ട് കഴിച്ചിലായതാണ്. എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. വീടിന്റെ മതില് പൊട്ടി കിടക്കുന്നു. ഒരുപാട് നഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത് ഈ വർഷക്കാലത്ത്. മതിലിന്റെ ഒരു ഭാഗം അടർന്നിട്ടുണ്ട്. സമയത്ത് നിരവധി വീടുകളിലെ ഫാന് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപകടം നടന്ന വീടുകളിൽ 12-ാം വാർഡ് അംഗം ജ്യോതി സന്ദർശനം നടത്തി. നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ഇന്നലത്തെ ഇടിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സമീപത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും വൈദ്യുത ഉപകരണങ്ങള് നഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് പറ്റിയത് ഈ ഒരു വീട്ടിനാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ അവരുടെ അമ്മ ഇവിടെ സ്ഥലത്തില്ലാത്തതിനാലും വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു മാറിയത്. ആള് എടുക്കുന്ന റൂമിലാണ് സ്വിച്ച് ബോർഡും ഒക്കെ കത്തി കരിഞ്ഞ് ഉള്ള ഒരവസ്ഥ കാണണം.